ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ മക്കളെ എന്നും മദ്രസയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അവരങ്ങനെ കിടന്നുറങ്ങുകയാണ്. കണ്ടില്ലേ, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അവരങ്ങനെ കിടക്കുകയാണ്. നമ്മൾ വന്ന് രാവിലെ വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. നല്ല ഉറക്കമാണ് ആള്. രാത്രി വൈകി കിടക്കും, എത്ര നേരത്തെ കിടക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാലം വിളിച്ചു നോക്കുക. മെല്ലെ വിളിക്കാൻ പറ്റുള്ളൂ. മറ്റേ നമ്മളെ ചെറിയ നൂറാസ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവളെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സീനാവും. ആൾക്ക് ഒരു ഇതുമില്ല കേട്ടോ, നമ്മൾ ഇത്രയും വിളിച്ചിട്ട് എണീക്കാനുള്ള ഒരു പരിപാടിയില്ല. ഏതായാലും മറ്റാൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റാൾ എണീച്ച് പല്ല് തേക്കൽ തുടങ്ങിയിട്ടുണ്ട്. എണീച്ച സമയത്ത് അത്യാവശ്യം കുറുമ്പായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവള് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും എണീക്കും. മറ്റാളവിടെ മടിച്ച് കിടക്കുകയാണ്. ഒറ്റക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അവളിങ്ങനെ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാൾ അവിടെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. അവനെല്ലാം പിടിച്ചു കൊണ്ടുവരണം. മുത്ത എണീക്ക്. എന്തായാലും അവളെ പോയി പൊക്കേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ അവളെ എണീക്കുന്ന ഒരു ലക്ഷണവും കാണില്ല. ഏകദേശം സമയം മദ്രസയുടെ സമയമായി തുടങ്ങിയിരിക്കണം. ഏതായാലും ഞങ്ങൾ പിടിച്ച് പൊക്കി, അല്ലാതെ ഇപ്പോൾ ഒന്നിപ്പോൾ പോക്കുണ്ടാവില്ല. അവിടെ വന്നിട്ട് ഡൈനിങ് ഹാളിൽ അങ്ങനെ കിടക്കണുള്ളൂ. കണ്ട കണ്ണും തിരുമ്പി കിടക്കണം. എണീക്കാനുള്ള ലക്ഷണമില്ല, പോകാനുള്ളൊരു പരിപാടിയില്ല. നല്ല നമ്മളെടുത്തിട്ട് പേസ്റ്റൊക്കെ എടുത്തെടുത്ത് എഴുന്നേൽപ്പിക്കാനുള്ള സകല പരിപാടിയിലാണ്. പല്ല് തേക്കാൻ വിടണം. പല്ല് തേക്കാനൊക്കെ മടിയാണ്. കുറുമ്പ് കാട്ടിയിരിക്കുകയാണ്. ഇല്ല, അവിടെ നേരെ ചെന്ന് പല്ലിച്ചൂടെ ഞാൻ ബാക്കിൽ നിന്ന് വീഴ്ത്തോളാം. ചിരിച്ച് ദേഷ്യത്തിൽ നോക്കണേ, ഞാൻ ഉമ്മക്കൂട്ടെ തന്നെ. അല്ല, നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് ആൾക്ക്. എന്നെ ദേഷ്യത്തോടെ നോക്കണോ. അടുക്കളയിൽ അങ്ങനെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ചു അങ്ങനെ നോക്കല്ല. അപ്പോൾ നമ്മളെ കട്ടനെത്തിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ കുടിക്കണ്ടേ? നേരാക്കിക്കൂടാ. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഒരാളോട് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റണം ചേട്ടാ. കള്ളമടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കിടക്കുകയാണ് ആള്. എണീക്കേ, സമയം ഒരുപാടായി. എണീക്കടി. ഹലോ മച്ചാന്മാരെ, പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഓക്കെ. ഹലോ, അപ്പോൾ നമ്മൾ നൂറ വന്നിട്ടുണ്ട് കേട്ടോ.
നൂറ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. അവൾക്ക് ചായ വേണമല്ലോ അല്ലേ നൂറ? ചായ വേണ? ചായ വേണ എനിക്ക്? ചായ വേണ? ചായ വേണ? താത്താര് സ്കൂൾക്ക് വന്ന് നേരത്തെ എണീച്ചാണ്. ഇജ്ജ് മദ്രസക്ക് പോകണ്ട? മദ്രസക്ക് പോകണ്ട? ചിരിച്ചെടുത്ത ഒരു ഹായ് പറഞ്ഞ ടാറ്റ എടുത്ത പൊന്തിച്ച് കൈ പൊന്തിക്ക് ടാറ്റ ടാറ്റ. ഇതൊരു മാണാ മണ്ടച്ചിൽ കുത്തം പിടിക്കല. നേരത്തെ നല്ല ചിരിയൊക്കെ കിട്ടിയതാണ്. മതി കട്ട് ചെയ്തല്ലോ. ചിരിച്ച ബാഗ് ഇടേ നോക്കട്ടെ. കുറച്ചുകൂടി അങ്ങോട്ട് നീ ഇങ്ങോട്ട് തിരിഞ്ഞാ അങ്ങോട്ട് നോക്ക്. ഒരു ഹായ് എടുക്ക്. ഇതെന്താ? ഇതെന്താ? എന്താ? നല്ല കുപ്പായിട്ട് വീണ? കുപ്പായിട്ട് വീണ്? മുട്ടായില്ല. മുണ്ടല്ല. സമയം 7:05. ഒരു 7:15 തന്നെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. നമ്മളൊരു ഫോട്ടോ ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മളൊരു സ്നേഹിതൻ വരച്ചതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? റെഡി ആയിട്ടുണ്ട്. എന്താണ് ആ ബീവി? അവൾക്കൊരു കുറുമ്പ് കൂടുതലാണ്. കണ്ടില്ലേ? അവളെ മുഖം കണ്ടില്ലേ? ചിരിക്കൂല. അതാ അപ്പൊ അങ്ങനെ ഒരുങ്ങി മറ്റാള് ബാഗ് ഇട്ട്. ഞാൻ ബാഗ് ഇവിടെ അതാ ബാഗ് എടുക്കാൻ പോവുകയാണ്. പുറപ്പെടുന്നേ. രാവിലെ പാട്ട് ഇടുവോ? പാടി. പഠിക്കാം. ഇത് പാടിക്കൊടുത്തു. പാടിക്കോ. പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ. പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ. കഴിഞ്ഞു. അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ പോണ പുസ്തകം തരുന്ന നടക്കാട്ടോ. പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ പാട്ട പാട്ട പാട്ടാറ്റേ. അല്ല വേറെ പാട്ടൊന്നും വെച്ചാൽ എനിക്ക് ഒക്കെ പാടി കൊടുക്കാൻ പറ്റിയ. നമുക്ക് വേറെ പാട്ട് പാടി തരില്ല. നമുക്ക് വേറെ കണ്ണോട് കണ്ട പാടമൊക്കെ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിയാൽ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു.
കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേനിറഞ്ഞു, പുഞ്ചിരി പൂവിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുണ്ടികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണായകേ, എത്തിത്തോടാൻ എത്തുവില്ല മായോവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണായകേ, എത്തിത്തോടാൻ എത്തുവില്ല മായോവില്ലാണു നീ. അവിടെ അടിമക്കിട്ടെടുത്താൽ മതി. എന്തായി മുത്തു റെഡിയാ? അപ്പോൾ റെഡി ആയിട്ടുണ്ട്. രണ്ടാളും മദ്രസ യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്ത്. എങ്ങനെ? അതെന്താ മദ്രസക്ക് പോണ്ട? അതെന്താ? എന്താ കാരണം? ഉറക്കൊഴിച്ചിട്ടാ? സമയം എന്തായി? സമയം 7:15 അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഇവർ ചായ അടിച്ചാ അമ്മേ? എന്നാ ഇവര് ചായ അടിക്കാണ്. ചായ അടിച്ചിട്ട് എന്താ എന്താ അതിന് ഓളെ വേദന ആക്കി. എറിയരുത്. എന്റെ തട്ടത്തിൽ വെച്ചോ. അത് സാരില്ല. അടിയാണില്ലേ എനിക്ക്? എന്തിനാ മദ്രസ കൂട്ടണേ? മദ്രസ എന്തിനാ കൂട്ടണേ? കളിക്കാനാ? സ്കൂൾ പോകാനാ? സ്കൂൾ പോകാനാ ഇഷ്ടം എനിക്ക്? വാ. എങ്ങട്ടാ? എങ്ങട്ട്? മദ്രസക്ക് പോയില്ലേ താത്താര്? കേട്ടോക്കെ താത്ത മദ്രസക്ക് പോയില്ലേ? ഇപ്പച്ചി വരുമ്പോ മുട്ടായി ഉണ്ട് കേട്ടാ. കേട്ടോക്കെ ഇപ്പച്ചി വരുമ്പോളേ നൂറാ ഇപ്പച്ചി വരുമ്പോ മുട്ടായി ഉണ്ട് കേട്ടാ. ആ ഇവിടെ നിക്കട്ടാ. പോയില്ല? സലാം പറഞ്ഞു ചമ്മച്ചിനോട്. ശരി. എന്നാ ഞങ്ങള് പോകണ സമയം 7:15. നല്ല മഴ പെയ്ത് ചോർന്നിങ്ങനെ നിൽക്കുക. മദ്രസക്ക് പോകാൻ ഇത്ര മടി? പുറത്തേക്ക് എടുത്താ? സെറീനെടുത്തോ? ആ സൈഡിലൊക്കെ എടുത്തോ? എനിക്ക് ഇഷ്ടമുള്ളൊക്കെ എടുത്തോ? വെള്ളം പുഴ നമ്മളെ നാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴുള്ള സ്ഥലം ഉണ്ടാ. നമ്മളെ രാവിലെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. പാട്ടടിക്കാ നീ ഞങ്ങളൊക്കെ എടുക്കേ. അവിടെ മാത്രം എടുക്കുമ്പോ ആ സൈഡൊക്കെ എടുക്കേ. സെറീനെ എടുക്കേ. സെറി പുറത്തു നോക്കി ഇരിക്കണൊക്കെ എടുക്കേ. മുറുക്കി പിടിച്ചിട്ടാ പോണേ. നേരം ഏകദേശമായി. സമയമായിക്കൊടുങ്ങ. അടുത്ത മഴക്കുള്ള പുറപ്പാടാണ്. അടുത്ത മഴ
പെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ആകാശം പാടത്തൊക്കെ ഫുള്ള് വെള്ളാട്ടാ. പാടവക്കിലൂടെ കാണാം നമ്മളെ മദ്രസയിലേക്ക് പോകാൻ. മാഷാ അല്ലാഹ്, ഇതാണ് നമ്മളെ മദ്രസ. പിന്നെ മദ്രസയിലേക്കൊക്കെ പോയി. ഇപ്പൊ മദ്രസ ഒരു രാവിലത്തെ ബാച്ച് വിട്ടതാണ്. ഇതാണ് നമ്മളെ പള്ളി. മദ്രസയോട് ചേർന്നിട്ടാണ് നമ്മളെ പള്ളി ഉള്ളത്. ആ മദ്രസയിൽ ഞാൻ നമ്മളെ ചെറുപ്പകാലം പഠിച്ചതാണ് ഈ മദ്രസയിൽ. ഇപ്പൊ നമ്മളെ മക്കളും ഇവിടെ പഠിക്കുകയാണ്. നമ്മളെ മദ്രസ സദർ ഉസ്താദ് കുട്ടികളെയും കാത്തവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ചിക്കൻ വാങ്ങാണ്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഹലോ, പിന്നെ പറയാൻ മറന്നത്, ഇന്ന് നമ്മളെ അനിയൻ്റെ ഒരു കുറ്റിയടിക്കൽ കർമ്മമുണ്ട്. അപ്പോൾ അതിന് ഉസ്താദിനെയും വിളിക്കണം, നമ്മളെ മക്കളെയും വിളിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് ഇങ്ങോട്ട് മദ്രസക്ക്. അപ്പോൾ മദ്രസ വിട്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ദാദാ ഒരാൾ വന്നു, നമ്മൾ സെറിമോളെത്തി. മറ്റാൾ വണ്ടിയിലായെന്ന് തന്നെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചുകൊണ്ട് എന്താണ് ഫസ്റ്റ് തന്നെ വന്ന് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉസ്താദിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ അനിയൻ്റെ കുറ്റിയടിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയിലാണിപ്പോൾ. അപ്പോൾ അങ്ങനെ കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞു. ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ്. മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മധുരപലഹാരങ്ങളും കുറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക, അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ബൈ.